ഹായ് നമസ്കാരം. ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊരുപാട് ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജും അയക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായി തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പലർക്കും പറ്റാത്തത് കൊണ്ട് അവർ വേറെ പുതിയ അക്കൗണ്ട് ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നു. എന്നാൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും സെക്യൂർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ നമുക്കറിയാം, കുട്ടികളൊക്കെയാണ് കൂടുതലായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന 18+ കണ്ടന്റുകളൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിന്റെ 1-2 സെറ്റിംഗ്സ് കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്തത്, ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ വീഡിയോ വീണ്ടും കാണാനായിട്ട് സാധിക്കും. മറക്കാതെ ജാഫർ പൊന്നാനി എന്ന ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. നമുക്കറിയാം, ഇപ്പോൾ MTFE എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓൺലൈൻ ട്രേഡിംഗ് കമ്പനി ഇപ്പോൾ ലക്ഷക്കണക്കിന് മലയാളികളെ ഉൾപ്പെടെ പറ്റിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളോ വെബ്സൈറ്റുകളോ ഉപയോഗിക്കരുത് എന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, പല രൂപത്തിലുള്ള തട്ടിപ്പുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നു. ലോക്ക്ഡൌണിന് ശേഷം 73ഓളം കമ്പനികൾ ഇത്രത്തോളം തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ലക്ഷക്കണക്കിന് മലയാളികളും പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കണം. ഓരോ അപ്ഡേറ്റുകളും ദിവസവും ഞാൻ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കാറുമുണ്ട്. അതിനാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവരും ഈ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തുക തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉറപ്പായിട്ടും പണി കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ താഴെ വലതുവശത്ത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ലൈൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും, വലതുവശത്ത് തന്നെ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് അക്കൗണ്ട് സെൻറ്റർ എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ തൊട്ട് താഴെയായിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പാസ്വേഡ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. മാത്രമല്ല, 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യുക. മാത്രമല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ട് ഇവിടെ വെരിഫൈ ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കില്ല. നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് വരുന്ന OTP കിട്ടിയാൽ മാത്രമേ അവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യാനോ ഉപയോഗിക്കാനോ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, തൊട്ട് താഴെയായിട്ട് അഡീഷണൽ മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗിൻ അലർട്ട്, ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ വരും. അല്ല എങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിലും ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് നിങ്ങൾ സെറ്റ് ചെയ്യുക. കൂടാതെ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കപ്പ് കോഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5 ബാക്കപ്പ് കോഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ അത് നിങ്ങളെ സഹായിക്കും. പിന്നീട് ബാക്ക് വന്ന ശേഷം നിങ്ങൾക്കിവിടെ താഴെ കാണാൻ സാധിക്കും വേറെ എവിടെയൊക്കെ ഏതൊക്കെ ഡിവൈസിലോ ആണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണുമായിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഡിവൈസുമായിട്ടാണ്. ഇത് രണ്ടും ഇതൊക്കെ ഒരു ഡിവൈസ് തന്നെയാണ്. ഞാൻ പല ഘട്ടങ്ങളിലായിട്ട് പല ലൊക്കേഷനിൽ ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടേതല്ല എങ്കിൽ, നമ്മുടെ ഡിവൈസോ നമ്മുടെ ഫോണോ അല്ല എങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും, ഡിലീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. പിന്നീട് നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ കാണാൻ പറ്റാത്ത കണ്ടൻറ്റുകളൊക്കെ കാണും. അത് കാണാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സജസ്റ്റഡ് കണ്ടൻറ്റ് എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ സാധിക്കും സെൻസിറ്റീവ് കണ്ടൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്റ്റാൻഡേർഡിലാവും ഉണ്ടാവുക, അത് മാറ്റി ലെസ്സിലേക്ക് വെക്കുക. ഇനി അഥവാ അഡൽട്ട് കണ്ടൻറ്റ് നല്ലോണം കാണണം എന്നുള്ള ആളുകൾ ചെയ്യേണ്ടതോ വേറെ ലെവൽ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ ലാവിഷമായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ സെറ്റിങ്സ് നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്യുക.
അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. കാരണം വീഡിയോയുടെ ലെങ്ത് ദീർഘിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. കിടിലൻ ടെക്നോളജി വീഡിയോകളും ഇൻസ്റ്റാഗ്രാമിലെ മറ്റുള്ള സെറ്റിങ്സുകളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.